അങ്ങ് എല്ലാ ദിവസവും ആവർത്തിച്ച് പറയുന്നുണ്ട് അംഗങ്ങളില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനും മൈക്ക് തരില്ലെന്ന്. ഭരണകക്ഷി അംഗങ്ങൾ മുഴുവൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എല്ലാ മന്ത്രിമാർക്കും അങ്ങ് മൈക്ക് കൊടുത്തു. അനീതിയാണ്, ഒരു നീതിബോധം. പറയാം, ഒന്ന് ഭരണപക്ഷത്തെ ആളുകൾ ഇരുന്നപ്പോൾ മാത്രമേ ബഹുമാനപ്പെട്ട മന്ത്രിയെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടുള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻ അവർ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. ജനങ്ങളെ ബാധിക്കുന്ന വിഷയം സ്വാഭാവികമായും കൊടുക്കേണ്ടി വരും. ബഹുമാനപ്പെട്ട LOPയോട് എല്ലാ റെസ്പെക്റ്റും കീപ്പ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. അങ്ങയുടെ ടീമിന് ഓർഡർ ആക്കണം പ്ലീസ്. ഞാൻ പറഞ്ഞത് ഭരണകക്ഷി അംഗങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ മന്ത്രിമാർക്ക് അങ്ങ് മൈക്ക് കൊടുത്തു. രണ്ട് നീതി പാടില്ല എന്ന് ഞാൻ അങ്ങേ ഓർപ്പിച്ചാണ്. സാർ, ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി ഞങ്ങൾ ഈ സമരം നടത്തുന്നതിനെ കുറിച്ച് പറഞ്ഞു. സാർ, ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് കോടതി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കോടതി കൃത്യമായിട്ട് പറഞ്ഞു, കുറ്റപത്രം നൽകാത്തതിനാലാണ് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതെന്നും ഇത് പൊതുജനങ്ങളിൽ സംശയമുണ്ടാക്കുന്നതെന്നും കോടതി പറഞ്ഞു. തൊണ്ടി മുതൽ കണ്ടെടുക്കാത്തതും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ വൈകുന്നതും കുറ്റപത്രം സമർപ്പിക്കുന്നതിന് തടസ്സമാകുന്നു. ഇതിന് വലിയ ഡിലേ വന്നിട്ടുണ്ട് എന്ന് പല പ്രാവശ്യം കോടതി പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ദാറ്റ് ദിസ് കോർട്ട് ഫൗണ്ട് ലാക്സിറ്റി in the investigation during the period between 5/12/25 and 19/12/25 and the same was pointed out in the earlier bail order also. Sir, കോടതി അതിശക്തമായി അന്വേഷണത്തിൽ SIT ലാക്സിറ്റി വരുത്തിയിട്ടുണ്ടെന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം കൊണ്ടിട്ടാണ് ഈ അന്വേഷണം തടസ്സപ്പെടുന്നത്. സർ, ജാമ്യം കിട്ടി എല്ലാ പ്രതികളും പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ്. ജാമ്യം കിട്ടി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഉള്ള തെളിവുകൾ കൂടി നശിപ്പിക്കും. അവസാനം ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ള, അത് കൊള്ള നടത്തിയ ആളുകൾ മുഴുവൻ രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് കൊണ്ടുപോകുന്നതിനെതിരായിട്ടാണ് ഞങ്ങളുടെ ശക്തമായ പ്രതികരണം. സാർ, തീർച്ചയായിട്ടും ഞങ്ങൾ അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അങ്ങ് ഇവിടെ പറഞ്ഞു ഡയസി കയറിയെന്ന് പറഞ്ഞു. സാർ, ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ വാച്ച് ആൻഡ് വാർഡ് അവരുടെ ബാനറും അതെല്ലാം പിടിച്ച് പറിച്ചപ്പോഴാണ് പ്രതിഷേധിച്ചാണ് അതിനകത്ത് കയറിയത്. ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. ജനാധിപത്യ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പ്രതിഷേധിച്ചത്. ഞങ്ങളെ പ്രകോപിപ്പിച്ചത് വാച്ച് ആൻഡ് വാർഡാണ്. ജനാധിപത്യ രീതിയിൽ ഈ വെല്ലിലിറങ്ങി പ്രതിഷേധിക്കാത്ത ഏത് പ്രതിപക്ഷമാണ് കേരളത്തിൻ്റെ നിയമസഭാ ചരിത്രത്തിലുള്ളത്? എല്ലാ പ്രതിപക്ഷവും വെല്ലിലിറങ്ങി പ്രതിഷേധിച്ചിട്ടുണ്ട്. വെല്ലിലിറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷത്തിന്റെ ബാനർ പിടിച്ചു വാങ്ങി ഞങ്ങളെ പ്രകോപിപ്പിക്കാനാണ് ശ്രമിച്ചത്. അക്രമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ഞങ്ങളൊരു അക്രമം ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ ജനാധിപത്യപരമായ രീതിയിൽ തന്നെയാണ് സമരം നടത്തിയത്. സാർ, ഇത് വളരെ ഗുരുതരമായ കേരളത്തിലെ ജനങ്ങൾ ഞെട്ടലോടുകൂടി നോക്കിക്കാണുന്ന ഒരു സംഭവമാണ്. അതിന് ഗവൺമെന്റിന് പങ്കുണ്ട്. സാർ, അതിൽ ഞങ്ങൾ ശക്തിയായി പ്രതിഷേധിക്കുന്നു. ഞങ്ങൾക്ക് നിയമസഭാ നടപടികളുമായി ഞങ്ങൾക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ പൂർണ്ണമായി നിയമസഭാ നടപടികൾ ബഹിഷ്കരിക്കും. ജനാധിപത്യ അവകാശം LOPക്കും പ്രതിപക്ഷത്തിനും മാത്രമല്ല, സ്പീക്കർക്കുണ്ട്. അത് ഫെയർ ആണോ എന്ന് നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് സ്പീക്കറുടെ ഒരു അന്ധനെ പോലെയാക്കി ഈ രീതിയിൽ ജനാധിപത്യം കൈകാര്യം ചെയ്തത് ശരിയാണോ? അത് ബഹുമാനപ്പെട്ട LOP പരിശോധിക്കേണ്ട കാര്യമാണ്. ഇവിടെ ജനാധിപത്യ രീതി എന്ന് പറയുമ്പോൾ ജനാധിപത്യ അവകാശം വെറും പ്രതിപക്ഷങ്ങൾക്ക് മാത്രമല്ല, സ്പീക്കർക്കുമുണ്ട്. സ്പീക്കറുടെ മുഖം പൂർണ്ണമായി മറച്ച് സ്പീക്കർക്ക് ആളുകളെ കാണാത്ത രീതിയിൽ കൈകാര്യം ചെയ്ത രീതി ശരിയായില്ല. പ്യൂർലി അൺഫെയർ ആണ്. ഇവിടെ ബാനർ നിയമസഭയിൽ പ്രതിപക്ഷം പിടിക്കുന്നത് ആദ്യമല്ല. എല്ലാ പ്രതിപക്ഷവും ബാനർ പിടിച്ചിട്ടുണ്ട്. ഒന്ന്, സാധാരണ സഭയിൽ അങ്ങനത്തെ ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ അങ്ങ് പ്രീസിഡൻസ് നോക്കണം. ഇതിനു മുൻപ് ഇവിടെ ഈ ചെയറിലിരുന്ന എല്ലാ സ്പീക്കർമാരും സഭാ നടപടികൾ നിർത്തിവെച്ച് രണ്ട് കൂട്ടത്തിലുള്ള ആളുകളെ സംസാരിക്കും. അങ്ങ് ഇതുവരെ ചെയ്യാറില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങ് ഞങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങളുടെ സമരത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരിക്കൽ പോലും സഭാ നടപടികൾ എല്ലാ സ്പീക്കർമാരും സഭാ നടപടികൾ നിർത്തിവെച്ച് സ്പീക്കറുടെ ചേംബറിൽ നേതാക്കന്മാരെ വിളിച്ചിട്ടുണ്ട്. ആ പ്രീസിഡൻസ് എവിടെ പോയി? അതിന് മാത്രം സംഘർഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തെ കേൾക്കും നിങ്ങൾ.